So we just going into the chapter. നമ്മൾ എന്താണ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. The name of the chapter is Project Tiger. It is written by സത്യജിത് റായ്. അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊജക്ട് ടൈഗർ എന്ന് പേര് വരാൻ കാരണം ചാപ്റ്ററിന്? അത് ഈ ഒരു ഫിലിമിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന മറ്റൊരു സംഭവമാണെന്ത്, ഹി മേഡ് എ ഫിലിം യൂസിങ് എ ടൈഗർ. അദ്ദേഹം എന്താണ് ഒരു ടൈഗറിനെ വെച്ചിട്ട് ഒരു ഫിലിം എടുക്കുകയുണ്ടായി. അപ്പോൾ ഹൗ ഹി മാനേജ് ടു ഷൂട്ട് എ ഫിലിം സീൻ യൂസിങ് എ ടൈഗർ. എങ്ങനെയാണ് അദ്ദേഹം ഒരു ഫിലിം ഷൂട്ട്, ഒരു സീൻ എടുത്തത് ഒരു ടൈഗറിനെ ഉപയോഗിച്ചിട്ട് ഒരു ഫിലിമിൻ്റെ ചില സീനുകൾ അദ്ദേഹത്തിന് എടുക്കേണ്ടതായിട്ട് വന്നു. അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസസ് അദ്ദേഹം ചെയ്യുന്നു ഈ ഒരു ചാപ്റ്ററിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി ചാപ്റ്റർ. ഫൈൻ. അദ്ദേഹം പറയുന്നത് എന്താണ്, നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് when it comes to making films with animals in them. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, when it comes to making films with animals them, nobody can beat the Hollywood industry, right? It means Hollywood ഇൻഡസ്ട്രിയിലാണെന്ത് അല്ലെങ്കിൽ ഹോളിവുഡ് ഫിലിമിലാണെന്ത് ഏറ്റവും കൂടുതൽ അനിമൽസ് എന്ത് ചെയ്യുന്നത് ഫിലിമുകളിൽ ആക്ട് ചെയ്യുന്നത്, റൈറ്റ്? ആൻഡ് ആ ഒരു കാര്യത്തിൽ ഹോളിവുഡ് ഇൻഡസ്ട്രി എന്താണ് ബീറ്റ് ചെയ്യാൻ, അതിനെ കോമ്പീറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ എന്താണ് മറ്റ് ഫിലിംസുകൾ എന്ത് ചെയ്തില്ല, വളർന്നിട്ടില്ല. ഇറ്റ് മീൻസ് എ ലോട്ട് ഓഫ് നമ്പേഴ്സ് വി ക്യാൻ സി, റൈറ്റ്? ഒരുപാട് ഫിലിംസ് നമുക്ക് കാണാൻ പറ്റും ഹോളിവുഡിൽ ഒരുപാട് അനിമൽസ് ആക്ട് ചെയ്യുന്നതായിട്ട്. ഓക്കെ, ദെൻ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒന്ന് രണ്ട് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ഫിലിംസിനെ കുറിച്ച് പറയുന്നു. I remember films in my childhood and there were quite a few of them. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ചില ഫിലിംസുകൾ അദ്ദേഹം എന്താണ് എടുത്തു പറയുകയാണ്. എന്തൊക്കെയായിരുന്നു ആ ഫിലിംസിൻ്റെ പ്രത്യേകത? That had an Alsatian called Rin Tin Tin. അദ്ദേഹത്തിൻ്റെ when he was child അദ്ദേഹം ഒരു ഫിലിം കണ്ടിരുന്നു. ആ ഫിലിമിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ വാസ് റിൻ ടിൻ ടിൻ. ഒരു അൽസേഷൻ. വാട്ട് ഈസ് അൽസേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്സ് ഓഫ് ഡോഗ്സ് ഉണ്ട് അല്ലേ, ഡോഗിൻ്റെ ഒരുപാട് ഇനങ്ങളുണ്ട്, ബ്രീഡുകളുണ്ട്. അതിൽ ഒരു ടൈപ്പ് ഓഫ് ആണ് അൽസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇനം ഡോഗാണ്. ആ ഡോഗിൻ്റെ പേരാണ് എന്താണ്, റിൻ ടിൻ ടിൻ എന്ന് പറയും. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡോഗ്? റിൻ ടിൻ ടിൻ. സോ അദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്ത് കണ്ട ഫിലിമുകളിൽ അദ്ദേഹം ഒരു ഡോഗിൻ്റെ ഫിലിം കണ്ടിരുന്നു. ഒരു ഡോഗ് പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ച ഒരു ഫിലിം അദ്ദേഹം കണ്ടിരുന്നു. ആ ഫിലിമിൻ്റെ പേര്, ആ ഫിലിമിലെ പ്രധാനപ്പെട്ട ക്യാരക്ടറായിരുന്നു എന്ത്, റിൻ ടിൻ ടിൻ എന്ന് പറയുന്ന ഡോഗ്. ഒരു കംസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് അൽസേഷ്യൻ. അൽസേഷ്യൻ ഡോഗായിരുന്നു അത് റിൻ ടിൻ ടിൻ. ഓക്കെ, എന്താണ് റിൻ ടിൻ ടിൻ്റെ പ്രത്യേകത? ദ ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. This dog is very good at acting. He used to act more impressive than humans. Human actors അഭിനയിക്കുന്നതിനേക്കാളും വളരെ ഇംപ്രസീവായ രീതിയിൽ, വളരെ അട്രാക്റ്റീവായ രീതിയിൽ ആരെ അഭിനയിക്കാറുണ്ട്? ഈ റിൻ ടിൻ ടിൻ എന്ന് പറയുന്ന ഡോഗ് അഭിനയിക്കാറുണ്ട്. ഓക്കെ, then later we got to see, then അദ്ദേഹം പറയുന്നുണ്ട്, later we got to see 3 or 4 other films with a collie called Lassie. ദെൻ ലേറ്റർ അത് പിന്നീട് എന്താണ്, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹം 1-2 വേറെ ഫിലിംസ് അദ്ദേഹം കണ്ടിരുന്നു. ആ ഫിലിമിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആ ഫിലിമിൽ പ്രധാനപ്പെട്ട ക്യാരക്ടറായിരുന്നു ലെസി എന്ന് പറയുന്ന ഒരു ഡോഗായിരുന്നു. വിച്ച് കംസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് കോലി. കോലി എന്ന് പറയുന്ന ഒരു ഇനം, ഒരു ബ്രീഡാണ്. ആ ഒരു ടൈപ്പിൽപ്പെട്ട ഡോഗായിരുന്നു എന്ത്, ലെസി. നേരത്തെ റിൻ ടിൻ ടിനെ കുറിച്ച് പറഞ്ഞു. റിൻ ടിൻ ടിൻ എന്താണ് അൽസേഷ്യൻ ഡോഗാണ്. ഇവിടെ ലെസി എന്ന് പറയുന്നത് കോലി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഡോഗാണ്. ഓക്കെ, it seemed that the director could make Lassie do just about anything. What was special about Lassie? Lassie എന്ന് പറയുന്ന ഡോഗിൻ്റെ പ്രത്യേകത എന്താ? If the director give any kind of instruction, no, the dog obeys it in that way. ആ ഡോഗ് എന്ത് ചെയ്യും, ലെസി എന്ന് പറയുന്ന ഡോഗ് അതുപോലെ എന്ത് ചെയ്യും, ഒബേ ചെയ്യും. It was so brilliant to obey the commands, ഡയറക്ടർ കൊടുക്കുന്ന കമാൻഡ്സുകളൊക്കെ എന്താണ് അനുസരിക്കുന്ന കാര്യത്തിൽ വളരെ ബ്രില്യൻ്റ് ആയിരുന്നു. ലെസി എന്ന് പറയുന്ന ഡോഗ്. ഓക്കെ, then these trained dogs were famous stars in their own ways. Okay, in their own rights. ഈ ഡോഗ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ 2 ഡോഗ്സിനെ കുറിച്ച് പറഞ്ഞു, റിൻ ടിൻ ടിൻ അതുപോലെ ലെസി. ഈ പറഞ്ഞ ഡോഗ്സ് ഒക്കെ എന്തായിരുന്നു, they were famous in their own ways. ഒരു യഥാർത്ഥ ഒരു സൂപ്പർ സ്റ്റാർ, ഒരു ആക്ടർ എങ്ങനെയൊക്കെ ഫേമസ് ആണോ അതുപോലെ രീതിയിൽ, അതേ രീതിയിൽ ഈ ഡോഗ്സ് എന്തായിരുന്നു ആ സമയത്ത് വളരെ ഫേമസ് ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ and the money they earned was no less than what a real film star got. അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ ഫിലിമിൽ നിന്നും ലഭിച്ചിരുന്ന ഇൻകം, ഒരു യഥാർത്ഥ ഒരു ഹ്യൂമൻ ആക്ടറിന് എത്രത്തോളം ക്യാഷ് കിട്ടുമോ അതിന് തുല്യമായ ക്യാഷ് ആരും ഏൺ ചെയ്തിരുന്നു, ഈ ഡോഗ്സിൻ്റെ ഓണേഴ്സ് എന്ത് ചെയ്തിരുന്നു, ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, their owners could easily make as much as 100,000 rupees from just one film.
ഈ ഡോഗിൻ്റെ ഓണേഴ്സ് ഉണ്ടാവും അല്ലേ, ഈ ഡോഗ്സിൻ്റെ ഓണേഴ്സ് എന്ത് ചെയ്യും, ഒരു ഫിലിം തന്നെ ലക്ഷക്കണക്കിന് റുപ്പീസ് എന്ത് ചെയ്യാറുണ്ട്, ഇൻകം ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, സമ്പാദിക്കാറുണ്ട്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, ദെൻ ഫസ്റ്റ് പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞു, ഹോളിവുഡിനെ കുറിച്ച് പറഞ്ഞു. ഹോളിവുഡിലാണ് ഏറ്റവും കൂടുതൽ അനിമൽസ് ഫിലിമിൽ ആക്ട് ചെയ്യുന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 എക്സാമ്പിൾസ് പറഞ്ഞു. റിൻറ്റിൻ എന്ന് പറയുന്ന ഡോഗിനെ കുറിച്ച് പറഞ്ഞു, ലെസി എന്ന് പറയുന്ന ഡോഗിനെ കുറിച്ചും അവരുടെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. ഇനി അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം പറയാണ്. എന്താണ്? I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney studio in Hollywood. 20 years ago, Satyajit Ray visited Disney studio in Hollywood. 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഹോളിവുഡിൽ, അമേരിക്കയിലെ ഹോളിവുഡിൽ ഡിസ്നി സ്റ്റുഡിയോ വിസിറ്റ് ചെയ്യാണ്. അങ്ങനെ അദ്ദേഹം പറയുന്ന സമയം എന്താണ്? I understood how reverently, how respectfully these animal actors are treated in Hollywood. അദ്ദേഹം പറയുന്നത് ഈ അനിമൽ ആക്ടേഴ്സിന് ഹോളിവുഡിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, എത്രത്തോളം റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു, അദ്ദേഹം കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ആ ഒരു സംഭവം അദ്ദേഹം പറയാൻ പോകുന്നത്. എപ്പോഴാണ് നടന്നത്? he had this experience when he had a visit to Hollywood 20 years ago. 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഹോളിവുഡ് ഡിസ്നി സ്റ്റുഡിയോ വിസിറ്റ് ചെയ്ത സമയത്തായിരുന്നു അദ്ദേഹം ഈ ഒരു സംഭവം കണ്ട് മനസ്സിലാക്കിയതാണ്. എന്താ മനസ്സിലാക്കിയത്? ഹോളിവുഡ് ഇൻഡസ്ട്രിയിൽ എന്തുണ്ട്, ഈ അനിമൽ ആക്ടേഴ്സിന് നല്ല റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, അവർക്ക് നല്ല കെയർ കിട്ടുന്നുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു സംഭവം. എന്താണ് സംഭവം നോക്കാം. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ഓക്കെ, അദ്ദേഹം 20 വർഷങ്ങൾക്ക് മുമ്പ് ഡിസ്നി സ്റ്റുഡിയോയിൽ വിസിറ്റ് ചെയ്യാൻ പോയി. അവിടെ ഒരു ഫിലിം ഷൂട്ട്, ഡിസ്നി സ്റ്റുഡിയോ എന്ന് അറിയാം, ഒരുപാട് ഫിലിമിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലമാണല്ലേ. സോ അദ്ദേഹം അവിടെ ചെന്ന സമയത്ത് ഒരു ഫിലിം ഷൂട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. സത്യജിത് റായ് 20 വർഷങ്ങൾക്ക് മുമ്പ് ഡിസ്നി സ്റ്റുഡിയോയിൽ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ അദ്ദേഹം ചെന്ന സമയത്ത് ആ ഒരു ഫിലിം ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അവിടെ. ആ ഫിലിമിലെ പ്രധാനപ്പെട്ട ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദാറ്റ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ഓക്കെ, ആ ഫിലിമിൻ്റെ പ്രത്യേകത ആയിരുന്നു, ആ ഫിലിമിലെ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു ക്യാരക്ടർ ഇറ്റ് വാസ് എ ലാർജ് ഡോഗ്, ഒരു ലാർജ് ഡോഗ് ആയിരുന്നു. ഓക്കെ, ഐ റീച്ച്ഡ് ദ സ്റ്റുഡിയോ ടു ഫൈൻഡ് ദാറ്റ് ദ ഷൂട്ടിംഗ് ഹാഡ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. When he reached at Disney studio, he found that the shooting had not yet started. അദ്ദേഹം അവിടെ എത്തിയ സമയത്ത് ആ ഫിലിമിൻ്റെ ഷൂട്ടൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ദ ക്യാമറമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. അദ്ദേഹം അവിടെ എത്തിയ സമയത്ത് ആ ക്യാമറമാൻ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ലൈറ്റൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് എന്തിനാണ് ലൈറ്റ് റെഡിയാക്കുന്നത്? ഒരു ഫിലിമിൻ്റെ സീൻ എടുക്കുന്ന സമയത്ത് ആ ക്യാമറമാൻ ഡയറക്ടർക്ക് ഉറപ്പുവരുത്തണം ആ ആക്ടേഴ്സ് അഭിനയിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും വേണ്ട രീതിയിൽ വെളിച്ചമുണ്ടെന്ന് എന്ത് ചെയ്യണം, ആദ്യം ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി എന്ത് ചെയ്യും, ആ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ എല്ലായിടത്തും ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും, കറക്റ്റാണോ നോക്കും. അപ്പോൾ ഇദ്ദേഹം ഡിസ്നി സ്റ്റുഡിയോയിൽ എത്തിയ സമയത്ത് എന്തായിരുന്നു, ദ ക്യാമറമാൻ വാസ് മേക്കിംഗ് ദ ലൈറ്റ്സ് റെഡി. ഓക്കെ, it is customary for actors to be present when the lights are arranged. It is customary, it is part of custom. What? Every actor should be present there at the time when the cameraman makes the light ready. Cameraman light ready ആക്കുന്ന സമയത്ത് എല്ലാ ആക്ടേഴ്സും എന്ത് ചെയ്യണം, അവിടെ പ്രസൻ്റ് ആയിരിക്കണം ആ ലൊക്കേഷനിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? For they have to show the cameraman how they will walk or where they will stand in a particular shot. And they have to show the cameraman how they are walking in that particular scene, how they are moving in that particular scene. Okay, ആ ഒരു പ്രത്യേക സീനിൽ ആ ആക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടേക്കൊക്കെ അവർ മൂവ് ചെയ്യുന്നുണ്ട്, അതെല്ലാം എന്ത് ചെയ്യണം, അവർ അഭിനയിക്കുന്ന ആ സംഭവം ഒന്ന് റിഹേഴ്സ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ആക്ടേഴ്സ് മൂവ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വേണ്ട ലൈറ്റ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ in the case of very famous stars, this job is done by their stand-ins. സോ നമ്മൾ പറഞ്ഞു, അറ്റ് ദ ടൈം വെൻ ദ ക്യാമറമാൻ മേക്സ് ദ ലൈറ്റ് റെഡി, ക്യാമറമാൻ ലൈറ്റ് റെഡി ആക്കുന്ന സമയത്ത് എവറി ആക്ടർ ഷുഡ് ബി പ്രസൻറ്റ്, റൈറ്റ്? എല്ലാ ആക്ടേഴ്സും അവിടെ ഉണ്ടായിരിക്കണം. ബട്ട് ഇൻ ദ കേസ് ഓഫ് സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ ഫേമസ് സ്റ്റാർസ്, വളരെ ഫേമസ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാറുകളൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ കേസിൽ ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദെയർ സ്റ്റാൻഡിൻസ്. ഈ ഒരു ജോബ്, അതായത് ക്യാമറമാൻ ലൈറ്റ് റെഡി ആക്കുന്ന സമയത്ത് ആ ആക്ടേഴ്സ് അവിടെ ഉണ്ടാവണം, അവരെന്ത് ചെയ്യണം, ക്യാമറമാൻ എന്ത് ചെയ്യണം, കാണിച്ചു കൊടുക്കണം, അവരെങ്ങനെയൊക്കെയാണ് ആ ഒരു പർട്ടിക്കുലർ സീനിൽ ആക്ട് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കണം. ഈ ഒരു ജോബ് അവരുടെ സ്റ്റാൻഡിൻസ് ആയിരുന്നു ചെയ്തിരുന്നത്. ഹു ഇസ് സ്റ്റാൻഡിൻ? എ സ്റ്റാൻഡിൻ ഈസ് യൂഷ്വലി എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. സ്റ്റാൻഡിൻ എന്ന് പറഞ്ഞാൽ ഈസ് എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി സിമിലർ ടു ദ റിയൽ സ്റ്റാർ. യഥാർത്ഥ അഭിനയിക്കുന്ന ആ ഒരു ആക്ടറോട് ശാരീരികമായിട്ട് സാമ്യമുള്ള ആളുകളാണ് സ്റ്റാൻഡിൻ. നമ്മൾ ഡ്യൂപ്പ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ.
പല സൂപ്പർ സ്റ്റാറുകൾക്കും പലപ്പോഴും എന്താണ് ഫൈറ്റ് സീനുകൾ അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ട സീനുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഡ്യൂപ്പാണ് ചെയ്യുക. അതായത് യഥാർത്ഥ സ്റ്റാറുമായിട്ട് ശാരീരികമായിട്ട് സാമ്യം തോന്നുന്ന ആളുകൾക്കാണ് ഡ്യൂപ്പ് അല്ലെങ്കിൽ സ്റ്റാൻഡിൻ എന്ന് പറയും. ഓക്കെ, സോ ഈ സൂപ്പർ സ്റ്റാറുകളുടെ കേസിൽ ഈ ഒരു ജോബ് അവരുടെ സ്റ്റാൻഡിനാണ് ചെയ്യാറ്. ഓക്കെ, then the stars themselves arrive only when the lights are ready and it is time to take shot. എപ്പോഴാണ് ഈ സ്റ്റാർസ് അവിടെ എത്തുക? ആ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് when it is time to take a shot, ആ ഷോട്ട് ഫൈനൽ എടുക്കാൻ റെഡി ആകുന്ന സമയത്താണ് എന്ത് ആ സൂപ്പർ സ്റ്റാറുകളൊക്കെ അല്ലെങ്കിൽ ഫേമസ് സ്റ്റാറുകളൊക്കെ അവിടെ എത്തുള്ളൂ. അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു അവരുടെ ഡ്യൂപ്പ് അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ഓക്കെ, now let's discuss the third paragraph. Okay, so here in Disney studio I noticed that a few actors were moving about in the set. So അദ്ദേഹം അവിടെ എത്തി and he could see that a lot of actors are present there and the cameraman is making the lights ready. Okay, and അദ്ദേഹം അവിടെ എത്തിയ സമയത്ത് a few actors were moving about in the set. അതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ സെറ്റിൽ എങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. And on one side standing quietly was the protagonist, the same large dog. ഒരു സൈഡിൽ who was standing the protagonist means the very important character in the film. Who was it? The same large dog. അദ്ദേഹം മുമ്പ് കണ്ടിരുന്ന ആ ലാർജ് ഡോഗ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു സൈഡിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്, സ്റ്റാൻഡിങ് സ്റ്റിൽ there. Okay, then the cameraman shouted to everyone to take their positions but the dog remained where it was. അങ്ങനെ ക്യാമറമാൻ എന്ത് ചെയ്തു? ലൈറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരോടും all of you take your positions, എല്ലാവരോടും അവരുടെ പൊസിഷനിൽ പോയി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. But the dog was still remaining there. The main character in the film, the same large dog, was standing still there. ആ ലാർജ് ഡോഗ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. This puzzled me. It confused me. അതെന്നെ വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കി. I thought, could it be that it was not recorded in the next shot? Why is the dog still standing there? I had a doubt in my mind. I thought, could it be that it was not recorded in the next shot? ഒരു പക്ഷേ അടുത്തെടുക്കാൻ പോകുന്ന ഷോട്ടിൽ ഒരു പക്ഷേ ഈ ഒരു ഡോഗ് അഭിനയിക്കുന്നുണ്ടാവൂലേ, ആക്ട് ചെയ്യുന്നുണ്ടാവൂലേ, അതുകൊണ്ടാവുമോ ആ ഡോഗ് അവിടെ അനങ്ങാതെ നിൽക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു? ഐ ജസ്റ്റ് തോട്ട്. ഓക്കെ, ബിഫോർ ഐ കുഡ് ആസ്ക് സംവൺ എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ് there. I had a doubt in my mind. What is the doubt? Yeah, why is the dog still standing there? I just wanted to ask somebody. Okay, before asking someone, a strange thing, had different thing happened there. വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവം എന്ത് ചെയ്യണം അവിടെ നടക്കുകയാണ്. Okay, from nowhere appeared a little dwarf followed by another man carrying hairy dog skin. From nowhere appeared a little dwarf. പെട്ടെന്നാണ് എന്ത് എവിടുന്നോ ഒരു ഡോഫ്. what is ഡോഫ്? ഡോഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൊക്കം കുറഞ്ഞ കുള്ളന്മാരായുള്ള ആളുകൾ, ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കാണ് ഡോഫ് എന്ന് പറയാം. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഒരു പൊക്കം കുറഞ്ഞ്, വളരെ പൊക്കം കുറഞ്ഞ ഒരാൾ എന്ത് ചെയ്യുന്നു? വരുന്നു. അയാളെ പിറകിലായിട്ട് എന്താണ്? വേറൊരാളുണ്ട്. അയാളുടെ കയ്യിൽ എന്താണ്? ഹി വാസ് ക്യാരിങ് എ ഹെയറി ഡോഗ് സ്കിൻ. നല്ല രോമുള്ള ഒരു ഡോഗിൻ്റെ സ്കിന്ന് അയാളുടെ കയ്യിലുണ്ട്. ഓക്കെ, യെസ്. Then to my perfect amazement, the dwarf went down on all the fours on a chalk mark on the floor, just like an animal. I got amazed. Amazed. Why? Because the very moment പെട്ടെന്ന് സംഭവിച്ചത്, this dwarf went down on his knees. Okay, തൻ്റെ എന്താണ് മുട്ട് കാല് കുത്തിയിട്ട് രണ്ട് കൈയും കുത്തിയിട്ട് എന്ത് ചെയ്തു? ജസ്റ്റ് ലൈക്ക് എൻ അനിമൽ. ഒരു അനിമൽ എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ ആ ഗ്രൗണ്ടിൽ എന്താണ് ഒരു ചോക്ക് മാർക്ക് ചെയ്ത സ്ഥലത്ത് പോയിട്ട് എന്ത് ചെയ്യാണ്? നിൽക്കുകയാണ്. ആൻഡ് ദ ഡോഗ് സ്കിൻ വാസ് ഡ്രേപ്ഡ് ഓവർ ഹിം. ഈ ഡോഫ് ആയിട്ടുള്ള വ്യക്തി, ഈ കുള്ളനായിട്ടുള്ള ഹൈറ്റ് കുറഞ്ഞുള്ള ആള് അവിടെ ഒരു അനിമലിനെ പോലെ രണ്ട് കൈ കുത്തിയിട്ട് കാല് കുത്തിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇയാളെ പിറകിൽ ആരുണ്ടായിരുന്നു? വേറൊരാളുണ്ടായിരുന്നു. അയാൾ ഹി വാസ് ക്യാരിങ് ഹെയറി ഡോഗ് സ്കിൻ, റൈറ്റ്? അയാൾ എന്ത് ചെയ്തു? ഇയാളെ ബോഡിയിൽ എന്ത് ചെയ്തു? ആ ഹെയറി ഡോഗ് സ്കിൻ എന്ത് ചെയ്തു? ഡ്രേപ്പ് ചെയ്തു, കവർ ചെയ്തു. Then and the dog skin was draped over him. ആ ഒരു ഡോഫായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തു? ഒരു അനിമലിനെ പോലെ എന്ത് ചെയ്തു? അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ദെൻ അയാളെ ശരീരത്തിൽ എന്ത് ചെയ്തു? ആ ഡോഗ് സ്കിൻ എന്ത് ചെയ്തു? ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തു. ഓക്കെ, then he crawled from one mark to another. Then ഈ ഡോഫായിട്ടുള്ള വ്യക്തി, ഒരു ഡോഗ് എങ്ങനെയാണോ ഇനി മുന്നോട്ട് പോവുക അതുപോലെ എന്ത് ചെയ്തു? ഇയാളിങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ദ ക്യാമറമാൻ ഗോട്ട് ബിസി വിത്ത് ലൈറ്റ്സ്. ആ സമയത്ത് ക്യാമറമാൻ എന്ത് ചെയ്തു? ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. What happened here? It finally dawned upon me that this dog was paid to be the dog standing. സത്യത്തിലായി പറയുകയാണ്, later I understood that
this dwarf was, paid to be the stand-in of that animal actor. എന്തുകൊണ്ടാണ് ഹോളിവുഡിൽ അനിമൽ ആക്ടേഴ്സിന് വളരെ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയാൻ കാരണം, ഇവിടെ ഒരു അനിമൽ ആക്ടറായിട്ടുള്ള ഈ ഒരു ഡോഗിന് പകരം ഈ ഒരു ഹ്യൂമൻ ആണ് എന്ത് സ്റ്റാൻഡിനായിട്ട് ഡ്യൂപ്പായിട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അനിമൽ ആക്ടർ, ഒരു ഡോഗിന്, സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഡോഗ്, ആ ഡോഗിന് പകരം ഡ്യൂപ്പായിട്ട് ആരാണ് ആക്ട് ചെയ്യുന്നത്? ഈ ഡോഫായിട്ടുള്ള വ്യക്തിയെ ആരുടെ ഡ്യൂപ്പായിരുന്നു? ഈ അനിമൽ ആക്ടറിൻ്റെ, ഈ ഡോഗിൻ്റെ ഡ്യൂപ്പായിരുന്നു, സ്റ്റാൻഡിനായിരുന്നു. ദാറ്റ് ഈസ് ദ റീസൺ വൈ ദാറ്റ് സത്യജിത് റായ് സേസ് ദാറ്റ് നോ, ഇൻ ഹോളിവുഡ് how beautifully, how respectfully, how reverently these animals actors are treated. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം ഹോളിവുഡിൽ അനിമൽ ആക്ടേഴ്സിന് മച്ച് റെസ്പെക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയാൻ കാരണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. Every animal in a Hollywood film is well trained. Then look at the next paragraph. Every animal in a Hollywood film is well trained. We see a lot of animals acting in films, right? Those animals are well trained, no? അഭിനയിക്കുന്ന എല്ലാ ആനിമൽസും എന്താണ്, നല്ലപോലെ ട്രെയിനിങ് കിട്ടിയ ആനിമൽസ് ആണല്ലേ. It is not difficult to train a horse or a dog. നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്, ഒരുപാട് ഹോഴ്സസ് അല്ലെങ്കിൽ ഒരുപാട് ഡോഗ്സ് ഒക്കെ ഫിലിമിൽ അഭിനയിക്കുന്നത് കാണാറുണ്ട് അല്ലേ. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഡോഗ്. ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഹോഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഓക്കെ, ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? സത്യം ചോദിക്കുകയാണെന്ത്, നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ട്രെയിൻഡ് ആയിട്ടുള്ള റാവൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? വാട്ട് ഇസ് റാവൻസ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബേർഡ്. ഒരു കാക്ക ഇനത്തിൽ പെടുന്ന ഒരു ബേർഡാണ് എന്ത് റാവൻസ് എന്ന് പറഞ്ഞാൽ. നല്ല ട്രെയിനിങ് ലഭിച്ച റാവൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് സത്യമായി ചോദിക്കുന്നു. ഓക്കെ, നോട്ട് ജസ്റ്റ് 1 or 2 ബട്ട് നിയർലി 100 ഓഫ് ദം. 1-2 ബേർഡ്സിനെ കുറിച്ചല്ല പറയുന്നത്, ഏകദേശം 100ഓളം വരുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള റാവൻസ് എന്ന് പറയുന്ന പക്ഷികളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. അതുവരെ എവിടെ റിയലായിട്ട് സംഭവിച്ചിട്ടുണ്ട്? ഹോളിവുഡിൽ റിയലായിട്ട് സംഭവിച്ചിട്ടുണ്ട്. When the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, decided to make a film called Birds. വളരെ ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡ് ഡയറക്ടറാണത് ആൽഫ്രഡ് ഹിച്ച്കോക്ക്. അദ്ദേഹം എന്ത് ചെയ്തു? ബേർഡ്സ് എന്ന് പറയുന്ന ഒരു ഫിലിം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആ ഒരു ഫിലിമിലാണെന്ത് ഈ ഒരു സംഭവം റിയലായിട്ട് നടക്കുന്നത്. ഏകദേശം വരുന്ന 100ഓളം വരുന്ന ട്രെയിൻഡ് ആയിട്ടുള്ള റാവൻസ് എന്ത് ചെയ്തു? ആ ഒരു ഫിലിമിൽ അഭിനയിക്കുകയുണ്ടായി. ഓക്കെ, ഇൻ ദ സ്റ്റോറി ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. ആ ഒരു ഫിലിമിൻ്റെ സ്റ്റോറി എന്താണ്? ഫ്രം ഓൾ ദ പാർട്ട് ഓഫ് ദ വേൾഡ് ദീസ് ബേർഡ്സ് കംസ് ആൻഡ് അറ്റാക്ക് ദ ഹ്യൂമൻസ്. ആ ഒരു ഫിലിമിൽ ഈ ബേർഡ്സ്, റാവൻസ് എന്ന് പറയുന്ന പക്ഷികൾ വന്നിട്ട് ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് സീനുകളുണ്ട് അതിൽ. ഓക്കെ, ആ ഒരു സീൻ എടുക്കണമെങ്കിൽ ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. അദ്ദേഹത്തിന് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബേർഡ്സിനെ വേണമായിരുന്നു. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റാവൻസ്. അതേസമയം തന്നെ അദ്ദേഹത്തിന് എന്താണ് ഏറ്റവും കൂടുതൽ വേണ്ടി വന്നത്? ഈ റാവൻസ് എന്ന് പറയുന്ന പക്ഷികളായിരുന്നു. Okay. Notices were placed in the press all over the United States asking people to contact the filmmaker if they knew how to get hold of trained ravens. He wanted to make a film called Birds. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് വേണം, എസ്പെഷ്യലി റാവൻസ് എന്ന് പറയുന്ന പക്ഷികൾ വേണം. സോ അദ്ദേഹം എന്ത് ചെയ്തു? ഹി പബ്ലിഷ്ഡ് നോട്ടീസസ് ആൾ ഓവർ ദ പ്രസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അദ്ദേഹം അമേരിക്കയിലെ എല്ലാ പേപ്പറിലും എന്ത് കൊടുത്തു? പാരസ്യം കൊടുത്തു. ആ റാവൻസിന് വേണം, അല്ലെങ്കിൽ ബേർഡ്സ് വാണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ആഡ് കൊടുത്തു. ആരുടെയും കയ്യിൽ എന്താണ് റാവൻസ് അല്ലെങ്കിൽ ബേർഡ്സ് ഉണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? കോൺടാക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാ മീഡിയയിലും എന്ത് ചെയ്തു? അദ്ദേഹം പരസ്യം കൊടുത്തു. That is how he managed to find the trained ravens for his film. Okay, then look at the next paragraph. അങ്ങനെ someone replied within a few days. ആ ഒരു ആഡ് കണ്ടിട്ട് എന്ത് ചെയ്തു? ചില ആളുകൾക്ക് എന്ത് ചെയ്തു? റിപ്ലൈ ചെയ്തു. ഓക്കെ, ആൻഡ് he was asked to bring his birds. അങ്ങനെ ഒരാൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോൾ അയാളുടെ കയ്യിലുള്ള ബേർഡ്സുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. And he arrived with almost 100 trained ravens. He came with 100 trained ravens. അയാളുടെ കയ്യിൽ ഏകദേശം 100ഓളം വരുന്ന നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള റാവൻസ് എന്ന് പറയുന്ന പക്ഷികളുണ്ടായിരുന്നു. ആ പക്ഷികളുമായിട്ട് ആരെത്തി? ആൽഫ്രഡ് ഹിച്ച്കോക്കിന് മുമ്പിൽ എന്ത് ചെയ്തു? ഇദ്ദേഹം എത്തി. Admittedly, their training had not gone very bad. We have to admit that, no, those 100 birds were very much trained, no. നമ്മൾ സമ്മതിച്ചു കൊടുക്കണം എന്താണ്? തീർച്ചയായിട്ടും ആ ബേർഡ്സ് ഒക്കെ നല്ലപോലെ ട്രെയിനിങ് ലഭിച്ച ബേർഡ്സ് ആയിരുന്നു. That is to say, they could not do anything that might be seen as extraordinary.
ആ ബേർഡ്സൊക്കെ നല്ലപോലെ ട്രെയിനിങ് ലഭിച്ച ബേർഡ്സ് ആണെന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദോസ് ബേർഡ്സ് വർ എക്സ്ട്രാordinary. അതായത് അവർ നല്ലപോലെ ട്രെയിനിങ് ലഭിച്ച ബേർഡ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് അവരെല്ലാം എന്താണ് എക്സ്ട്രാordinary ആണ്, അല്ലെങ്കിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നതിന് അർത്ഥമില്ല. എക്സ്ട്രാordinary കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ആ ബേർഡ്സിന് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബട്ട് if as many as 50 ravens are told to perch quietly in a row on a specified spot and if they obey this command instantly, isn't that pretty impressive? ഇവിടെ അദ്ദേഹം ചോദിക്കുകയാണെന്ത്, ഈ 50ഓളം വരുന്ന അല്ലെങ്കിൽ 100ഓളം വരുന്ന ബേർഡ്സ് അവർ നല്ലപോലെ ട്രെയിൻഡ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് എന്ത് അർത്ഥമില്ല, എക്സ്ട്രാordinary ആണെന്നുള്ള അർത്ഥമില്ല. ബട്ട് if as many as 50 ravens are told to perch quietly in a row on a specified spot and if they obey this command instantly, isn't that pretty impressive? അദ്ദേഹം പറഞ്ഞു ഈ പക്ഷികളൊക്കെ വളരെ ട്രെയിൻഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ട്രെയിൻഡ് ആണെന്ന് പറയുന്ന സമയത്ത് ഒരുപാട് എക്സ്ട്രാordinary ആയിട്ടുള്ള അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് അതിനർത്ഥമുണ്ടോ? ഇല്ല. ഓക്കെ, അതേസമയം തന്നെ ഇഫ് ദീസ് 15 റാവൻസ് ആർ ടോൾഡ്, ഈ 50ഓളം വരുന്ന റാവൻസിനോട് എന്താണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് ഇതിന് ടു perch quietly in a row on a specified spot, ഒരു സ്പോട്ട് കാണിച്ചിട്ട് അവിടെ എന്താണ് ഒരുമിച്ച് പറന്ന് വന്ന് ഇരിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത്, ലാൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് ഇഫ് ദോസ് ബേർഡ്സ് ആർ ഒബേയിങ് ഇറ്റ്, ആ ബേർഡ്സ് ഒക്കെ എന്താണ് അത് വെരി മൊമെൻ്റ് അത് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ, ആ കമാൻഡ് അനുസരിക്കുന്നുണ്ടെങ്കിൽ, isn't that pretty impressive? അതൊരു ഇംപ്രസീവായ കാര്യം തന്നെയല്ലേ? അത് നല്ലപോലെ ട്രെയിൻ ലഭിച്ചുകൊണ്ടല്ല അവരങ്ങനെ ചെയ്യുന്നത് എന്നിവിടെ അദ്ദേഹം നമ്മോട് ചോദിക്കുകയാണ്. ഓക്കെ, ദെൻ look at the 7th paragraph. Needless to say, in our own country, it is not at all easy to find trained animals. There is no need to say, in India, it is not that easy to find trained animals. ഇന്ത്യയിൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല എന്ത്, നല്ല ട്രെയിനിലുള്ള അനിമൽസിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കാര്യമല്ല. ഓക്കെ, although some films have been made in Bombay and Madras that involved working with elephants, horses and tigers, even then there are lots of films have been made in Bombay, Madras by using elephants and horses and tigers. Okay, ഇന്ത്യയിൽ എന്താണ് നല്ലപോലെ ട്രെയിനുള്ള അനിമൽസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എങ്കിൽ പോലും ഒരുപാട് ഫിലിംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബോംബെയിലും മദ്രാസിലൊക്കെ വെച്ചിട്ട് ടൈഗേഴ്സിന് വെച്ചിട്ട് അല്ലെങ്കിൽ ഹോഴ്സസിന് വെച്ചിട്ട് അല്ലെങ്കിൽ എലിഫൻസിന് വെച്ചിട്ടൊക്കെ ഒരുപാട് ഫിലിംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, their performance did suggest that they were used to obeying commands. When we see the performances of these animals, we can understand that these animals are very good at obeying commands. ഈ അനിമൽസിൻ്റെ പെർഫോമൻസ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരൊക്കെ എന്താണ് വളരെ ബ്രില്യൻ്റ് ആണ്. ഇതിൽ ഒരു കമാൻഡ് കൊടുത്താൽ, ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അത് അനുസരിക്കുന്ന കാര്യത്തിൽ ഈ അനിമൽസൊക്കെ വളരെ ബ്രില്യൻ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലവർ ഡോഗ്സ്. ഇനി ബംഗാളിലെ കാര്യം പറയുന്നത്, ബംഗാളിൽ എന്താണ് ഇറ്റ് ഈസ് പോസിബിൾ, ഇറ്റ് ഈസ് ഈസി ടു ഗെറ്റ് ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല ക്ലവർ ആയിട്ടുള്ള ഡോഗ്സിന് കിട്ടാൻ സാധിക്കും. ഓക്കെ, and particularly police dogs which are quite intelligent, നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരുപാട് പോലീസ് ഡോഗ്സ് എവിടെ അവൈലബിൾ ആണ്, ബംഗാൾ അവൈലബിൾ ആണ്. ഓക്കെ, then if one is prepared to be patient, it is not altogether impossible to get good performances out of them, as we managed to do with Bhulo in Padar Panchali. അദ്ദേഹം പറയുന്നു ബംഗാളിൽ ഒരുപാട് പോലീസ് ഡോഗ്സ് അവൈലബിൾ ആണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് അനുസരിക്കുന്ന ഒരുപാട് ഡോഗ്സ് ബംഗാൾ അവൈലബിൾ ആണ്. ഇഫ് വൺ ഈസ് വൺ ഷുഡ് ബി പേഷ്യൻറ്റ്, റൈറ്റ്? ഒരാളെന്ത് ചെയ്യണം, കുറച്ചൊരു പേഷ്യൻസ് കാണിക്കാൻ തയ്യാറാണെങ്കിൽ, കുറച്ചൊരു ക്ഷമ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഡോഗ്സിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഡോഗ്സിനെ നല്ലപോലെ ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഈ ഫിലിമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഭിനയിപ്പിക്കാൻ പറ്റും എന്ന് ആര് പറയുന്നു? സത്യജിത് റായ് പറയാണ്. ഏതുപോലെ ഇറ്റ് ഈസ് നോട്ട് ഓൾ ടുഗദർ ഇമ്പോസിബിൾ, അത്ര അസാധ്യമായ കാര്യമൊന്നുമില്ല ടു ഗെറ്റ് എ ഗുഡ് പെർഫോമൻസ് ഔട്ട് ഓഫ് ദം. ഈ ഡോഗ്സിനെ വെച്ചിട്ട് നല്ല പെർഫോമൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മളെന്ത് കാണിക്കണം, കുറച്ചൊരു ക്ഷമാശീലം ഉണ്ടാവണം, കാരണം അതിന് നല്ലപോലെ ട്രെയിൻ ചെയ്തെടുക്കണം. ഓക്കെ, ഏതുപോലെ ആസ് വി മാനേജ് ടു ഡു വിത്ത് ഭുലോ ഇൻ പദർ പാഞ്ചാലി. അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമായിരുന്നു എന്ത്, പദർ പാഞ്ചാലി എന്ന് പറയുന്നത് സത്യജിത് റായിൻ്റെ ഫിലിമാണ്. ആ ഫിലിമിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഭുലോ എന്ന് പറയുന്ന ഒരു ഡോഗ് ഉണ്ട്. ആ ഒരു ഡോഗിനെ അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ അഭിനയിപ്പിച്ചിട്ടുണ്ട്. ബുലോ എന്ന് പറയുന്ന ആരാണ്? ബംഗാളിലൊരു പോലീസ് ഡോഗാണ്. ആ പോലീസ് ഡോഗിനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഫിലിമായിട്ടുള്ള പദർ പാഞ്ചാലിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്താണ്, ബംഗാളിൽ ഒരുപാട് ഡോഗ്സ് ഉണ്ട്, പോലീസ് ഡോഗ്സ് ഉണ്ട്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡോഗ്സ് ഉണ്ട്. അതിനൊക്കെ ട്രെയിൻ ചെയ്തെടുത്ത് നല്ലപോലെ എന്ത് ചെയ്യും, ആക്ട് ചെയ്യുന്ന ഡോഗ്സുകളാണ് അദ്ദേഹം പറയുന്നു. ഓക്കെ, നൗ look at the 8th paragraph. Okay,
സോ അദ്ദേഹം പറഞ്ഞു അല്ലേ, പദർ പാഞ്ചാലി എന്ന് പറയുന്ന ഒരു ഫിലിമിൽ അദ്ദേഹം എന്തിനെ അഭിനയിപ്പിച്ചിട്ടുണ്ട്? ബുലോ എന്ന് പറയുന്ന ഒരു ഡോഗിനെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. യെറ്റ് എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൾട്ട്. അദ്ദേഹം പറയുകയാണത് ഒരു പക്ഷേ ഈ ഡോഗിനെ എന്താണ് അഭിനയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ചൊക്കെ പ്രയാസം ഉണ്ടാവും അല്ലേ. നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ. അത്ര അസാധ്യമായ കാര്യമല്ല. നമ്മളൊന്ന് ട്രെയിൻ ചെയ്തെടുത്താൽ എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് ഈ ഡോഗ്സിനൊക്കെ എന്ത് ചെയ്യും, ഫിലിമിൽ അഭിനയിപ്പിക്കാൻ പറ്റും. ഓക്കെ. What was one supposed to do if there was a need for a tiger in a film? At the same time, one wanted to take a film using a tiger. What he will do? ഒരാൾക്കൊരു ഫിലിം എടുക്കണം, ഒരു ടൈഗറിനെ വെച്ചിട്ട് ഒരു ഫിലിം എടുക്കണം. വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ? എന്തായിരിക്കും ആ ഒരു സിറ്റുവേഷൻ? ഓക്കെ. We had to deal with this problem too when we were shooting Gooby Gain Bhaga Bain. ഈ ഒരു സിറ്റുവേഷൻ ആർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? സത്യജിത് റായ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സത്യജിത് റായ് ഡിസൈഡ് ടു ടേക്ക് എ ഫിലിം. ദ നെയിം ഓഫ് ദ ഫിലിം വാസ് ഗൂബി ഗെയിൻ ബാഗാ ബെയിൻ. ആ ഒരു ഫിലിമിൽ അദ്ദേഹത്തിന് ഒരു ടൈഗറിനെ അഭിനയിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ആ ഒരു സംഭവമാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. In the film, Gooby, who is banished by the king, wanders in the forest, meets Bhaga, who is also been banished. ഏതായിരുന്നു ഫിലിമിൻ്റെ പേര്? യെസ്, ഗൂബി ഗെയിൻ ബാഗാ ബെയിൻ എന്നായിരുന്നു ഫിലിമിൻ്റെ പേര് അല്ലേ. ആ ഒരു ഫിലിമിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് ഒരു ഗൂബി ആൻഡ് ബാഗ. ഈ ഗൂബി എന്ത് ചെയ്യും, നല്ല പോലെ ഇങ്ങനെ പാട്ട് പാടിയിട്ട് ആ നാട്ടിലെ ആളുകളൊക്കെ എന്താണ് വെറുപ്പിച്ച് നടക്കുന്ന സ്വഭാവമായിരുന്നു. അങ്ങനെ ആ നാട്ടിലെ ആളുകൾ എന്ത് ചെയ്തു, അവനൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ആ നാട്ടിലെ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് രാജാവ് ഉറങ്ങുന്ന സമയത്ത് അവിടെ പോയി നീ പാട്ട് പാടണം, നിൻ്റെ പാട്ട് രാജാവിന് ഇഷ്ടപ്പെടും, അങ്ങനെ രാജാവിന് എനിക്ക് എന്ത് ചെയ്യും സമ്മാനങ്ങളൊക്കെ തരുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ ഗൂബി എന്ന് പറയുന്ന ഈ ക്യാരക്ടർ എന്ത് ചെയ്തു, ആ നാട്ടിലെ ആളുകളെ പറഞ്ഞ് പറ്റിച്ചിട്ട് പറഞ്ഞേക്കാണ്. അങ്ങനെ രാജാവ് ഉറങ്ങുന്ന സമയത്ത് ആ പാലസിൻ്റെ അല്ലെങ്കിൽ അവിടെ അപ്പുറത്ത് വന്നിട്ട് ഈ ഗോപി പാട്ട് പാടാണ്. ആക്ച്വലി ഇവൻ്റെ പാട്ട് തന്നെ വളരെ മോശമാണ് കേൾക്കാൻ, ഭയങ്കര റഫ് വോയിസ് ആണ്. ഓക്കെ. അങ്ങനെ അവൻ പാട്ട് പാടുന്നു. രാജാവ് എന്ത് ചെയ്തു, ആ പാട്ട് കേട്ട് എഴുന്നേൽക്കുന്നു. അങ്ങനെ രാജാവിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയെന്ന പേരിന് എന്ത് ചെയ്യുന്നു, ആ ഗൂബി അവിടെ നിന്ന് എന്ത് ചെയ്യാണ്, എക്സൽ ചെയ്യാണ്. ആ നാട്ടിൽ നിന്ന് അവനെ പുറത്താക്കാണ്. അതാണ് ഗൂബി. അങ്ങനെ എവിടേക്ക് എക്സൽ ചെയ്യുന്നത്? ഫോറസ്റ്റിലേക്കാണ്, കാട്ടിലേക്കാണ് നാട് കടത്തുന്നത്. അതേസമയം മറ്റൊരു ക്യാരക്ടറാണ് ബാഗ. ബാഗയും അതുപോലെ തന്നെയാണ്, നല്ലപോലെ ഡ്രം കൊട്ടുന്ന ആളാണ്. ഇതുപോലെ എന്താണ് ഡ്രം കൊട്ടിയിട്ട് ആ രാജാവിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ ഇഷ്ടപ്പെടാതെ അവനെ ആ നാട്ടിൽ നിന്ന് എന്ത് ചെയ്യാണ്, പുറത്താക്കുകയാണ്. ഓക്കെ. അങ്ങനെയാണ് അവർ രണ്ടുപേരും ഫോറസ്റ്റിലെത്തുന്നത്. നോക്കാം. ഇൻ ദ ഫിലിം ഗൂബി ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ് വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്. ആ ഒരു ഫിലിമിൽ ആ ഗൂബി എന്ന് പറയുന്ന കഥാപാത്രം ഹി വാസ് ബാനിഷ്ഡ്, ഹി വാസ് എക്സൈൽഡ് ഫ്രം ദ കിങ്. And he reached at the forest, and he was wanders, he was just walking in the forest. Okay. And meets Bhaga, who is also been banished, and he meets the another character Bhaga, who is also been banished. അവൻ ഇതുപോലെ എന്താണ് ബാനിഷ് ചെയ്യുക, നാട് കടത്തപ്പെട്ട് വന്നതാണ്. ഓക്കെ. യെസ്. അങ്ങനെ ഇവർ രണ്ടുപേരും എന്താണ് ദേ വാണ്ടറിങ് ഇൻ ദ ഫോറസ്റ്റ് ടുഗെദർ. ഒരാൾ പാട്ട് പാടുന്നുണ്ട്, ഒരാൾ ഡ്രം പൊട്ടുന്നുണ്ട്. അങ്ങനെ കാട്ടിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അവരെന്ത് കാണുന്നു? അവർ ടൈഗറിനെ കാണുന്നു. ആൻഡ് ദേ ഫ്രീസ്. അവരാകെ പേടിച്ച് നിൽക്കുന്നു. The tiger simply walks about in the forest without paying them the slightest attention. ഇവർ രണ്ടുപേരും ഗൂബി ആൻഡ് ബാഗ അവർ കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് ഇവരാരെ കാണുന്നുണ്ട്? ടൈഗറിനെ കാണുന്നുണ്ട്. ടൈഗറിനെ കണ്ട് ഇവരാകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അറ്റ് സെയിം ടൈം ടൈഗർ ആരെ കാണുന്നില്ല? ഈ 2 ക്യാരക്ടേഴ്സിനെയും കാണുന്നില്ല. ടൈഗർ എന്താണ്, അവരത് സ്ലൈറ്റായിട്ട് പോലും അവരൊന്നും ശ്രദ്ധിക്കാതെ ടൈഗർ നീന്നു അങ്ങനെ നടന്നു പോകുന്ന ഒരു സീന്. ഈ ഒരു സീനാണ് ആക്ച്വലി സത്യജിത് റായ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ എടുക്കേണ്ടത്. ഓക്കെ. ബട്ട് the tiger simply walks about in the forest without paying them the slightest attention. അതേസമയത്ത് തന്നെ ടൈഗർ ആരെ കാണുന്നില്ല? ആ ഗൂബിയെയും ബാഗയെയും ശ്രദ്ധിക്കുന്നു പോലുമില്ല. അവരെ ശ്രദ്ധിക്കാതെ നടന്നു പോകുന്നു. ഈ ഒരു സീനാണ് ടൈഗറിനെ വെച്ചിട്ട് ആ ഫിലിമിൽ ഗൂബി ഗെയിൻ ബാഗാ ബെയിൻ എന്ന് പറയുന്ന ഫിലിമിൽ സത്യജിത് റായ്ക്ക് എന്ത് ചെയ്യേണ്ടത്, ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്, 9th one. Having thought of the scene, I simply had to shoot. But where were we going to find a tiger? I just thought about the scene that I'm going to take. Okay. സത്യജിത് റായ് എന്ത് ചെയ്തു, എടുക്കാൻ പോകുന്ന ഫിലിമിനെ കുറിച്ചും ആ ഒരു സീനിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു. ബട്ട് വി നീഡ് എ ടൈഗർ, റൈറ്റ്? എന്ത് വേണം? ഒരു ടൈഗറിനെ വേണം. Where are we going to find a tiger? എവിടെ നിന്നാണ് ഒരു ടൈഗറിനെ സംഘടിപ്പിക്കുക? അദ്ദേഹം ആലോചിക്കുകയാണ്. ഓക്കെ. The obvious thing to do was to look in a circus. A very easy way, they decided to look in some circus. Okay. അവർ തീരുമാനിക്കണം നമുക്ക് എന്തെങ്കിലുമൊക്കെ സർക്കസിൽ പോയി നോക്കാം. എന്താ സർക്കസിൽ? സിൻസ് ദേ വർ ലൈക്ലി ടു ഹാവ് ട്രെയിൻഡ് അനിമൽസ്. സർക്കസിൽ നടക്കുന്ന സ്ഥലത്തൊക്കെ എന്തുണ്ടാവും? നല്ല ട്രെയിൻഡ് ആയുള്ള അനിമൽസ് ഉണ്ടാവും.
സോ അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് എന്ത്, ആ സർക്കസുകളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ.